സാർ എൻ്റെ പേര് ഫിജിൽ SYIC. സാർ കുറച്ചു നേരം മുമ്പ് സാറ് പറഞ്ഞു എന്താണ് അക്കോർഡിംഗ് ടു ഇസ്ലാം ഏതെങ്കിലും ഒരു ദേവാലയത്തിന് എന്താണ് പ്രാർത്ഥനകളുടെ ഉത്തരം തരാൻ പറ്റണമെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന്. അപ്പൊ സാർ ഈ അയോധ്യയിൽ ബാബറി മസ്ജിദ് ഇഷ്യൂ ആ സ്ഥലത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയും കോൺട്രവേഴ്സി നടക്കുന്നത്? അപ്പൊ അക്കോർഡിംഗ് ടു ഇസ്ലാം അറിയാലോ എന്താണ് ആ സ്ഥലത്തിന് നമുക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാന്ന്. അപ്പൊ എന്തിനാണ് അത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ട് ആ ഇഷ്യൂന് എടുക്കുന്നത്? അയോധ്യയിലെ ബാബറി മസ്ജിദ് ഇഷ്യൂ എന്തുകൊണ്ടാണ് ഇത്രയധികം കോൺട്രവേഴ്സ്യലായിട്ട് വരുന്നത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായ ആരാധനാലയങ്ങൾക്ക് പ്രസക്തിയില്ലെങ്കിൽ എന്നാണ് ചോദ്യം. ഇവിടെ അയോധ്യയിലെ ഒരു പള്ളിയുടെ ഇഷ്യൂ എന്നുള്ളത് അത് ഇസ്ലാമികമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺട്രവേഴ്സി അല്ല. മുസ്ലിം സമൂഹത്തിന്റെ ഇന്ത്യയിലെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണ്. അവിടെയാണ് പ്രശ്നം. എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ബുദ്ധന്മാരും ജൈനന്മാരുമെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇവിടെ ആദ്യമുണ്ടായിരുന്നത് ദ്രാവിഡന്മാരാണ്. ആ ദ്രാവിഡന്മാർ ജീവിച്ചുകൊണ്ടിരിക്കെ പിന്നീട് ആര്യന്മാർ കടന്നു വന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവാം. ഈ ആര്യന്മാരും ദ്രാവിഡന്മാരും കൂടിയാണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു ഹിന്ദു സംസ്കാരം എന്നുള്ള സംസ്കാരത്തിന് അടിത്തറ പണിതത്. ഈ ഹിന്ദു സംസ്കാരം നിലനിൽക്കെ പിന്നീട് ഇവിടേക്ക് പലരും കടന്നു വന്നു. മുസ്ലിങ്ങൾ കടന്നു വന്നു, ക്രൈസ്തവർ കടന്നു വന്നു, അതേപോലെ തന്നെ അക്രമകാരികളായി പലരും കടന്നു വന്നു, രാജാക്കന്മാർ കടന്നു വന്നു. ഇതല്ല ഏത് രാജ്യത്തിനും സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ തന്നെ, മറ്റുള്ളവരെല്ലാം ഈ രാജ്യത്തെ ഭരണാധികാരികളായി വന്നതാണ്. രാജഭരണത്തിന്റെ നൈതികതയിൽ അവരുടെ ചെയ്തികൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബ്രിട്ടീഷുകാർ ചെയ്തത് ഇന്ത്യ രാജ്യത്തെ തന്നെ പൂർണ്ണമായി ചൂഷണം ചെയ്യുകയും ആ ഇന്ത്യയിലെ ജനങ്ങളെ കേവലം അടിമകളാക്കി തീർത്ത് ഇവിടുത്തെ പ്രകൃതിജന്യ വസ്തുക്കളെയും ഇവിടുത്തെ എന്തൊക്കെ സോഴ്സസ് ഉണ്ടോ അതിനെയുമെല്ലാം ചൂഷണം ചെയ്ത് സ്വന്തം നാട് നന്നാക്കാനാണ് ശ്രമിച്ചത്. മറ്റുള്ളവരെല്ലാം ഇവിടെ ഭരിക്കുകയായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഒരുമിച്ച് അവർക്കെതിരെ പോരാടി 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർന്നു. ഇങ്ങനെ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം ഭൂതകാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന തിന്മകൾ എന്ന് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാനും അതിനുള്ള പരിഹാരം കാണുവാനും നമ്മൾ ശ്രമിച്ചാൽ ഇന്ത്യയിൽ ഒരു സമൂഹത്തിനും അസ്തിത്വമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളായിരുന്നു, പല സ്ഥലങ്ങളും ജൈന ക്ഷേത്രങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ദ്രാവിഡന്മാർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജൈനന്മാർക്കെതിരെ ബുദ്ധന്മാർക്കെതിരെ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. ഇതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാര്യം. ആ കാലഘട്ടത്തിലെ തിന്മകൾ എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്ന തിന്മകൾക്കെല്ലാം പരിഹാരം കാണാൻ നാം ഇപ്പോൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ഉണ്ടാവുകയില്ല, ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം ഉണ്ടാവില്ല. കാരണം കലാപങ്ങൾക്ക് മാത്രമേ നേരിടാവുള്ളൂ. അതിന്റെ ഒന്നാമത്തെ കാര്യമായിട്ടാണ് ബാബരി മസ്ജിദിനെ ചിലർ കണ്ടത്. അവിടെയായിരുന്നു പ്രശ്നം ഉണ്ടായതും. അതുകൊണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായത്. ഞാൻ രാഷ്ട്രീയമായ വിഷയങ്ങൾ അത്ര അവഗാഹമുള്ളയാളല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രശ്നമുണ്ടായത് അതുകൊണ്ടാണ്, അല്ലാതെ ഒരു പള്ളിയുടെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഭൂതകാലഘട്ടത്തിൽ ബാബർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പൊളിച്ചിട്ടുണ്ടായില്ല എന്നുള്ളത് വേറെ വശമാണ്. പൊളിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്, അല്ല പള്ളി അങ്ങനെയല്ല പള്ളി ഉണ്ടാക്കിയത് നല്ലുള്ള വാദപ്രതിവാദങ്ങളുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഭൂതകാലത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഓരോരുത്തരും പരിഹാരം കാണാൻ സ്വതന്ത്ര ഭാരതത്തിൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ സ്വതന്ത്ര ഭാരതത്തിന് തന്നെ നിലനിൽപ്പില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. പിന്നെ ഇവിടെ മതനിരപേക്ഷതയുണ്ടാവില്ല. നാളെ എനിക്കും അവകാശവാദം ഉന്നയിക്കാം. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് ഇത് ഇന്ന രാജാവ്
ഇതാക്കിയതാണ്. അതിന് ചിലപ്പോൾ ചരിത്ര രേഖകൾ എനിക്കുണ്ടാക്കാൻ കഴിയും. ഇന്ന രാജാവ് ക്ഷേത്രമാക്കി മാറ്റിയതാണ്, ഞങ്ങളുടെ പള്ളിയായിരുന്നു, തറവാട്ട് വക പള്ളിയായിരുന്നു, ഞങ്ങളുടെ നാട്ടിലെ ഇന്നയാൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവകാശവാദം ഉന്നയിക്കാം. അവകാശവാദത്തെ എതിർക്കാൻ എന്താ രേഖ ഈ ക്ഷേത്രത്തിന്റെ രേഖകളുണ്ട്, പക്ഷേ ആ രേഖകൾ ഞാനും രേഖ ഉണ്ടാക്കുകയാണ്. പിന്നെ ഏത് ക്ഷേത്രത്തിന് ഏത് പള്ളിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുക? എന്തിനാ നിലനിൽക്കാൻ കഴിയുക? ഞങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇവിടെ ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട പല ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധവിഹാരങ്ങളും ജൈനവിഹാരങ്ങളും ആയിരുന്നു. ഡോക്ടർ പ്രൊഫസർ ലക്ഷ്മി നാരായണ നരസുവിന്റെ ദ എസൻസ് ഓഫ് ബുദ്ധിസം എന്ന പുസ്തകമുണ്ട്. അത് നോക്കുക നിങ്ങൾ. ആ എസൻസ് ഓഫ് ബുദ്ധിസത്തിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമെല്ലാമുള്ള ബുദ്ധവിഹാരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് കിട്ടും. ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മതപരമായി വർഗീയമായി വളരെ വൈകാരികമായി നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിലെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ പല പൗരാണികമായി നമ്മൾ ആദരിക്കുന്ന കേരളത്തിലെ പല ക്ഷേത്ര സമുച്ചയങ്ങളും ബുദ്ധന്മാരുടെയോ ജൈനന്മാരുടെയോ ആയിരുന്നു. അതിനുള്ള അവകാശവാദം ഉന്നയിച്ചാൽ പ്രശ്നമാണ്. ഒരു ഭാരത സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾക്ക് 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതിന് മുൻപുള്ളതെല്ലാം നാം മറന്നേ പറ്റൂ, ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അല്ലെങ്കിൽ ഈ പരമാധികാര റിപ്പബ്ലിക്കിന് പ്രസക്തി ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരാകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമായി മാറും. അതുകൊണ്ടാണ് അത് ഇഷ്യൂ ആയത്. അതല്ലാതെ ബാബരി മസ്ജിദിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥിച്ചാൽ മാത്രം പ്രത്യേക കൂലിട്ടുള്ളൂ എന്നാരും വിശ്വസിക്കുന്നത് കൊണ്ടല്ല, വിശ്വസിച്ചത് കൊണ്ടുമല്ല. സർ